നമസ്കാരം. കാബേജ്, കോളിഫ്ലവർ, കിഴങ്ങുവർഗ്ഗങ്ങളായ ക്യാരറ്റ്, മുള്ളങ്കി, ബീട്രൂട്ട് ഇവ കൃഷി ചെയ്യാൻ പറ്റിയ സമയമാണ് ശൈത്യകാലം. ശൈത്യകാല പച്ചക്കറികൾക്ക് മികച്ച രുചിയും ഗുണവുമാണ് ഉള്ളത്. തണുപ്പ് കാരണം കിഴങ്ങുവർഗ്ഗങ്ങളിൽ പഞ്ചസാരയുടെ അളവ് കൂടുതലായിരിക്കും. ഇത് പ്രതിരോധശേഷി വർദ്ധിപ്പിക്കാൻ ഏറെ ഉപകരിക്കും. പാലക്കാട്ടൊക്കെ ശീതകാല പച്ചക്കറി കൃഷി തുടങ്ങിയിട്ടുണ്ട്. ഈ ശീതകാല പച്ചക്കറി കൃഷി പോലെയാണ് പാലക്കാട്ടെ തെരഞ്ഞെടുപ്പ് കാല ഗർഭകൃഷിയും. നല്ല പരിചരണവും വളപ്രയോഗവും ഉണ്ടെങ്കിൽ കനത്ത ലാഭം കൊയ്യാവുന്ന ഒന്നാണ് ഈ കൃഷിരീതി. മണ്ണിളക്കി വളമിട്ട് കൊടുക്കുന്നത് മാധ്യമങ്ങളാണെങ്കിലും ഇതിൻ്റെ പ്രയോജനവും മികച്ച വിളവും പ്രതീക്ഷിക്കുന്നത് BJPയും CPMുമാണ്. പാലക്കാട്ടെ കിഴങ്ങുവിള ഈ തെരഞ്ഞെടുപ്പിൽ നല്ല വിളവ് നൽകുമെന്ന പ്രതീക്ഷയിലും ഉത്സാഹത്തിലുമാണ് രണ്ടു കൂട്ടരും. പറഞ്ഞു വരുന്ന കൃഷി ഏതാണെന്ന് പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്ക് മനസ്സിലായിട്ടുണ്ടാകും. നല്ല വിളവ് പ്രതീക്ഷിച്ച് ആദ്യം നട്ട തൈയുടെ വളർച്ച കണ്ടപ്പോൾ എല്ലാവരും സന്തോഷിച്ചതായിരുന്നു. പക്ഷേ മേൽവളം കൂടിപ്പോയതിനാൽ വിളവ് കണ്ട് ആരോ കണ്ണുവെച്ചു. അതോടെ പ്രതീക്ഷിച്ചത്ര കിട്ടിയില്ല. അപ്പോഴാണ് വീണ്ടും ഒന്നുകൂടി വിളവെടുക്കാനുള്ള അവസരം ഒത്തുവന്നത്. നിത്യക്കറിയുടെ നാമ്പ് നുള്ളരുത് എന്നൊരു കൃഷിച്ചൊല്ലുണ്ട്. ദിവസവും നുള്ളിയാൽ ചെടിയുടെ വളർച്ച മുരടിക്കും. എന്നാൽ കരിമ്പിൻ പാടത്തെ കാഴ്ച മറ്റൊന്നാണ്. ചുട്ടുകരിച്ചാലാണ് കൂടുതൽ കരുത്തോടെ വളരുന്നത്. കൊമ്പനാനയ്ക്ക് ഗർഭമുണ്ടാക്കുന്നവൻ, വീട്ടിൽ കയറ്റിയാൽ നോക്കി ഗർഭമുണ്ടാക്കുന്നവൻ എന്നിങ്ങനെ എത്രയോ ബഹുമതികളാണ് ആ രാഹുൽ മാങ്കൂട്ടത്തിലിന് CPMകാരും BJPക്കാരും ചാർത്തി നൽകിയിട്ടുള്ളത്. ഈ ചെറുപ്പക്കാരൻ എത്ര ക്രൂരനാണെന്നോ. ഇയാൾ ചെയ്ത പ്രവൃത്തി ഒന്ന് കണ്ടു നോക്കൂ. റോഡിലൂടെ നടന്നു പോവുകയായിരുന്ന ഒരു യുവതിക്കരികിൽ ചീറിപ്പാഞ്ഞ് ഒരു വാൻ വന്നു നിൽക്കുന്നു. രണ്ടു കരങ്ങൾ ആ പെൺകുട്ടിക്ക് നേരെ നീളുകയായി. കുട്ടി നിലവിളിക്കുമ്പോൾ ഇറങ്ങി വന്ന മുഖം മൂടിയ അക്രമി ആ പെൺകുട്ടിയെ പൊക്കിയെടുത്ത് വാനിൽ കയറ്റുന്നു. ആ വാൻ ഇരമ്പലോടെ കരിമ്പനകൾക്കിടയിലൂടെ ഏതോ അജ്ഞാത കേന്ദ്രത്തിലേക്ക് പോകുന്നു. വിജനമായ വീഥികൾ കടന്ന്, കടവാവലുകൾ ചീറിയടിക്കുന്ന രാക്ഷസൻ കോട്ടയും കടന്ന് ഒരു സങ്കേതത്തിലേക്ക് ആ വാഹനം കടന്നു ചെല്ലുന്നു. അലമുറകൾ, ആർത്തനാദങ്ങൾ. അടുത്ത സീനിൽ നമ്മൾ കാണുന്നത് വഴിയരികിൽ കിടക്കുന്ന ആ പെൺകുട്ടിയെയാണ്. വല്ലാത്തൊരു ഉന്മാദത്താൽ ആ പുരുഷൻ മുഖം മൂടി മാറ്റി നമ്മെ മുഖം കാണിക്കുന്നു. ശരിക്കും ഞെട്ടിപ്പോയി. വല്ലാത്തൊരു പൈശാചിക ഭാവം അവനിൽ കാണുന്നു. രാഹുൽ മാങ്കൂട്ടത്തിൽ സുന്ദരനായ നായകനിൽ നിന്നും ക്രൂരനായ വില്ലനിലേക്കുള്ള അവൻ്റെ പരിവർത്തനം കണ്ട് പ്രേക്ഷകർ ശപിച്ചുകൊണ്ട് കുറ്റിച്ചൂലെടുക്കുന്നു. ഇങ്ങനെ ഒരു അപസർപ്പക കഥയിലെ കഥാപാത്രമായിരുന്നു ഇയാളെങ്കിൽ ഗോവിന്ദചാമിയെപ്പോലെ നമുക്ക് താറും കുറ്റിച്ചൂലുമായി പിന്നാലെ ചെന്ന് അടിച്ചോടിക്കാമായിരുന്നു. നാറുന്ന തെറിയുടെ ഓടയിലിട്ട് ഇവനെ വലിക്കാമായിരുന്നു. ആദ്യം രാഹുലിൻ്റെതായി വന്ന ശബ്ദരേഖയിൽ ഗർഭഛിദ്രത്തിനെ പ്രേരിപ്പിക്കുന്നതാണ് നമ്മൾ കേട്ടത്. ശേഷം വന്ന രണ്ടാം പാർട്ടിൽ നീ എൻ്റെ ബീജം ഏറ്റുവാങ്ങാൻ തയ്യാറാകൂ, എനിക്കൊരു പൈതലിനെ വേണം എന്നാണ് അവൻ പറയുന്നത്. ഗർഭം ധരിക്കാൻ നീ ഒരുങ്ങിക്കൊള്ളുക. നക്ഷത്രവും തിഥിയും നോക്കി പോകുന്ന വഴികളിലൊക്കെ ഗർഭം സപ്ലൈ ചെയ്യുന്നതായിരുന്നു പന്തിരുകുലത്തിലെ വരരുചിയുടെ കഥയിലുള്ളത്. ഇങ്ങനെ പ്രോഗ്രാം ചാർട്ട് ചെയ്ത് ആ ഷെഡ്യൂൾ പ്രകാരം കൃത്യമായി വേഴ്ച നടത്തി സന്തതിയെ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു പരിപാടി ആദ്യമായിട്ടാണ് നമ്മൾ കാണുന്നത്. വിവാഹിതയല്ലാത്ത സ്ത്രീയോട് എൻ്റെ ഗർഭം ഏറ്റുവാങ്ങുമെന്ന് ഒരുവൻ പറയുമ്പോൾ അത് അനുവദിക്കുന്ന ഇര. സത്യത്തിൽ ആദ്യം പുറത്തു വരേണ്ടിയിരുന്നത് എൻ്റെ ഗർഭം ഏറ്റുവാങ്ങൂ എന്ന് പറയുന്നതായിരുന്നു. രണ്ടാമതായി ഗർഭചിത്രത്തിന് പ്രേരിപ്പിക്കുന്നത് വരണമായിരുന്നു. ഇവിടെ ആ കണ്ടിന്യൂറ്റി ആകെ നഷ്ടമായിരിക്കുന്നു. അന്നേ മരമുറി മുതലാളി പറഞ്ഞത് ഇനിയും ഇഷ്ടംപോലെ ശബ്ദരേഖ നമ്മുടെ കയ്യിൽ സ്റ്റോക്കുണ്ട് എന്നായിരുന്നു. ഇയാൾ ആരാണ്? ആകാശവാണിയാണോ? അവരുടെ കയ്യിലാണ് ശബ്ദരേഖയുടെ പരിപാടികളുള്ളത്. തീർച്ചയായും രണ്ടാം ഭാഗം ഇന്നല്ലെങ്കിൽ നാളെ പുറത്തു വരുമെന്ന് എല്ലാവർക്കും അറിയാമായിരുന്നു. കാരണം ഭ്രാന്തൻ വേലായുധനെ പോലെ മാങ്കൂട്ടത്തിനിടയിലെ ഗുഹയിൽ കിടന്ന് അയാൾ തീരേണ്ടവനായിരുന്നു. ശക്തമായി തിരിച്ചു വന്ന് കാണിച്ചു കൂട്ടിയതൊക്കെ കണ്ടാൽ ഏത് ശത്രുവിൻ്റെയും പെരുവിരൽ മുതൽ ഉച്ചാന്തല വരെ വിറയ്ക്കും. പേര് പറയാതെ തന്നെ പ്രശസ്തരായ നടികൾ അയാൾക്കൊപ്പം വീടിന് തറക്കല്ലിടുന്നു, താക്കോൽ കൈമാറുന്നു, പാല് കാച്ചുന്നു. BJPയുടെ നഗരസഭാ ചെയർപേഴ്സൺ അയാൾക്കൊപ്പം റോഡ് ഷോ നടത്തുന്നു. മന്ത്രി ശിവൻകുട്ടിക്കൊപ്പം അയാൾ സർക്കാർ പരിപാടിയിൽ പങ്കെടുക്കുന്നു. പാലക്കാട്ടെ ജനങ്ങളെ കയ്യിലെടുക്കുന്ന പല പണികളും അയാൾ കാണിച്ചു കൂട്ടുന്നു. ഇതൊക്കെ കാണുമ്പോൾ ആർക്കെങ്കിലും രസിക്കുമോ? നഗരസഭ പോലും കൈവിട്ടു പോകുന്ന അവസ്ഥയിൽ BJP എത്തുകയും ചെയ്തു. പ്രശാന്ത് കൃഷ്ണ ആർഷോയെ തല്ലുന്നു.
കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ പിൻവലിക്കാൻ കാശുമായി BJPക്കാർ പോകുന്നു. കോൺഗ്രസ്സുകാരെ പോലും അത്ഭുതപ്പെടുത്തി അയാൾ പാലക്കാട്ടെ കോൺഗ്രസ്സായി മാറുന്നു. റീലുകളിൽ നായകനാകുന്നു. ചുരുക്കത്തിൽ BJP സഹികിട്ടു. ഒരു പെണ്ണുപിടിയനെ നാട്ടിലെ സ്ത്രീകളും അമ്മമാരും എല്ലാം കെട്ടിപ്പിടിക്കുന്നു. തന്നെ ജയിപ്പിച്ച പ്രവർത്തകരെ ജയിപ്പിക്കാൻ അയാൾ മുന്നിട്ടിറങ്ങുന്നു. മറുവശത്ത് ശബരിമല കൊള്ളയടിച്ചവന്മാർ കാരണം പിണറായി വിജയൻ സർക്കാരിൻ്റെ അൽബൂരിക്കട്ട ഇളകി നിൽക്കുന്നു. പ്രതിയായി അകത്ത് കിടക്കുന്ന അമ്പലക്കള്ളനെ പാർട്ടി താലോലിക്കുന്നു. വോട്ട് ചോദിച്ചു ചെല്ലുന്ന കമ്മികൾക്ക് നേരെ നാട്ടുകാർ ചൂലെടുക്കുന്നു. മഹിഷിയെയും മറവപ്പടയെയും തുരത്തിയ അയ്യപ്പനെ മാർക്സിസ്റ്റ് പാർട്ടി തുരന്നു തിന്നതിൽ ജനങ്ങൾ ഞെട്ടിത്തെറിച്ചു നിൽക്കുകയാണ്. ഇതിനിടയിൽ ആത്മഹത്യകളുടെയും ചില ശിക്ഷാവിധികളുടെയും ആഘാതത്തിൽ നിൽക്കുന്ന BJPക്കും കൊള്ളയുടെയും ഭീഷണിയുടെയും ജനാധിപത്യ ധ്വംസനത്തിൻ്റെയും തുടർച്ചയായ ആഘാതത്തിൽ പകച്ചു നിൽക്കുന്ന CPMനും ഒരു ഗർഭകഥയില്ലാതെ പിടിച്ചു നിൽക്കാൻ കഴിയാത്ത അവസ്ഥയായി. അപ്പോഴാണ് സിനിമകളുടെ റിലീസ് പോലെ അടുത്ത ശബ്ദരേഖ പുറത്തു വരുന്നത്. എല്ലാം ഒപ്പിച്ചു വയ്ക്കുന്നത് ഇടതുപക്ഷ അനുകൂല മാധ്യമങ്ങളാണ് താനും. അതോടെ കമ്മികളൊന്ന് ഉഷാറായി. BJPക്കാർ മറന്നുവെച്ച കൊടി പിന്നെയും എടുത്തു. ഹായ്, കിട്ടിപ്പോയി. യുവതി നീതി തേടി മുഖ്യമന്ത്രിയെ സമീപിക്കുമെന്ന് കേട്ടതോടെ സമാധാനമായി. ചെന്നവർക്കെല്ലാം നീതി നൽകിയ ധർമ്മിഷ്ഠനാണല്ലോ നമ്മുടെ മുഖ്യമന്ത്രി. വാളയാർ പെൺകുട്ടികളുടെ അമ്മയോട് ചോദിച്ചാൽ അറിയാം ആ കഥ. നീതി തേടിച്ചെന്ന മഹിജയുടെ കഥ ഓർക്കുന്നില്ലേ? വഴിയിലിട്ട് പോലീസിനെ കൊണ്ട് തല്ലിച്ചതപ്പിച്ചു. തെളിവുകളുമായി യുവതി പോകേണ്ടത് കേസ് അന്വേഷിക്കുന്ന ക്രൈംബ്രാഞ്ചിൻ്റെ അരികിലേക്കാണ്, അല്ലാതെ പിണറായി വിജയൻ്റെ മുമ്പിലേക്കല്ല. ഈ ചാറ്റുകളും ശബ്ദരേഖകളും മൊത്തമായി കോപ്പിറൈറ്റ് സഹിതം യുവതി ആർക്കെങ്കിലും കൊടുത്തതാണോ? ഇത്രയൊന്നും പരസ്യ സംപ്രേഷണത്തിന് നിൽക്കാതെ ചതിച്ചവനെ കൈകാര്യം ചെയ്യാൻ നിയമവും കോടതിയും ഉണ്ടെന്നിരിക്കെ സ്വയം അപമാനിതയാകുന്ന പണി എന്തിനീ അജ്ഞാത സഹോദരി കൈക്കൊള്ളുന്നു? ചില വാർത്തകളിൽ കേട്ടത് യുവതി മറ്റാരുടെയോ ഭാര്യയാണെന്നും വിവാഹമോചനം നേടിയ ആളാണെന്നും ഒക്കെയാണ്. എങ്കിൽ അജ്ഞാത സഹോദരി പെണ്ണിൻ്റെ കണ്ണീര് കണ്ടോ മനസ്സലിഞ്ഞിട്ടോ ധർമ്മിഷ്ഠന്മാരുടെ പാർട്ടികളായതുകൊണ്ടോ അല്ല നിങ്ങൾക്ക് വേണ്ടി ഈ പാർട്ടിയുടെ കൂട്ടക്കരച്ചിൽ. പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ മത്സരത്തിൽ നിന്നും പിന്മാറിയില്ലെങ്കിൽ കൊന്നുകളയുമെന്ന് സൗഹൃദ ഭീഷണി മുഴക്കുന്നവന്മാരാണ് ഈ CPMകാർ. ദേവൻ്റെ മുതല് കക്കുന്നവന്മാർ. ആസനത്തിലെ പുണ്ണ് അങ്ങാടിയിൽ കാണിക്കരുതെന്ന് ഒരു ചൊല്ലുണ്ട്. നിങ്ങൾ തമ്മിലുള്ള ബന്ധം എന്തുമാകട്ടെ, അത് ചതിയായാലും സ്നേഹമായാലും ഗർഭമായാലും അത് നിങ്ങൾ മാത്രം പങ്കാളികളായ ഇടപാടാണ്. ഈ സമൂഹത്തിനതിൽ യാതൊരു പങ്കുമില്ല, ഒരു കാര്യവുമില്ല. ഒരു പുരുഷൻ്റെ എല്ലാ താല്പര്യത്തിനും താളം തുള്ളിയ ഈ കുട്ടിയോട് ഒരു സഹതാപവും ഈ നാട്ടിലെ വീട്ടമ്മമാർക്ക് പോലും തോന്നുന്നുമില്ല. വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്ന് പറഞ്ഞ് കോടതി കയറിയവർക്ക് നേരെ ജഡ്ജിമാർ ചൂലെടുക്കുന്ന കാലമാണിത്. ആത്മഹത്യ ചെയ്തവൻ്റെയും അവിഹിത ഗർഭം ധരിച്ചവരുടെയും കഥകൾ സമൂഹത്തിന് നേരം പോക്കുകൾ മാത്രമാണ്. അത് പറഞ്ഞവർ ചിരിക്കും. ഒരു സ്ത്രീ പൊതുനിരത്തിലോ തൊഴിലിടത്തിലോ ഓടുന്ന വാഹനത്തിലോ അപമാനിക്കപ്പെട്ടാൽ അത് സമൂഹത്തിൻ്റെ മുഴുവൻ പ്രശ്നമായി മാറും. കാരണം അവളെ സംരക്ഷിക്കേണ്ട ബാധ്യത ഈ സമൂഹത്തിനുണ്ട്. അല്ലാതെ കാമുകന്മാർക്കിടയിൽ നടക്കുന്ന ഗർഭത്തിന് ഉത്തരവാദികളല്ല സമൂഹം. സ്ത്രീ സുഖം തേടി നടക്കുന്ന പുരുഷന്മാരാരും എനിക്ക് നിന്നിലൊരു കുഞ്ഞു വേണമെന്ന് ആഗ്രഹിക്കില്ല. ഇയാൾ അങ്ങനെ ആഗ്രഹിച്ചെങ്കിൽ പുറം ലോകം അറിയാത്ത എന്തോ ഇടപാടുകൾ നിങ്ങൾ തമ്മിൽ ഉണ്ടാക്കണം. ഈ വിഷയത്തിൽ കേസിന് പോകുന്ന ഇര കോടതിയിൽ നന്നായി വിയർക്കേണ്ടി വരും. പരസ്പര സമ്മതത്തോടെ ഒന്നല്ല നിരവധി തവണ ബന്ധപ്പെട്ടതായാണ് ശബ്ദരേഖയിൽ നിന്നും ബോധ്യമാകുന്നത്. ചതിച്ചിട്ട് പോയ ഒരുത്തനെ കൊണ്ട് ആ പെണ്ണിനെ കെട്ടിക്കാൻ ഒരു കോടതിയും ഉത്തരവിട്ടതായി അറിയില്ല. നിർബന്ധിത ഗർഭഛിദ്രം നടന്നിട്ടുണ്ടെങ്കിൽ ഡോക്ടർ മുതൽ പെൺകുട്ടിയുടെ മാതാപിതാക്കൾ വരെയും കുറ്റക്കാരായിരിക്കും. എന്തായാലും പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിന് മുമ്പ് എല്ലാ ശബ്ദരേഖയും എടുത്ത് പ്രയോഗിക്കരുത്. നിരന്തരം പ്രയോഗിക്കുമ്പോൾ ആയുധത്തിൻ്റെ മൂർച്ച കുറയും. ഇനി വരാൻ പോകുന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പാണ്. ഇതിലും വലിയ വെളിപ്പെടുത്തലായിരിക്കും അന്ന് നടക്കേണ്ടത്. മരമുറി ചാനലിലെ ഫാഷൻ പരേഡുകാരിയായ അവതാരികമാർ ഇതിനോടകം 100 തവണയെങ്കിലും രാഹുലിൻ്റെ കുരുക്ക് മുറുക്കിയിട്ടുണ്ടാകണം. എന്നിട്ടും ഇയാൾ ചാവുന്നില്ല. ടീച്ചറമ്മ കരയുകയാണ് സുഹൃത്തുക്കളെ. പ്രതിയെ ഭയന്നാണ് പെൺകുട്ടി മൊഴി കൊടുക്കാത്തത് എന്നാണ് അവർ പറയുന്നത്. ഷെടാ നാശമേ, പിണറായിക്കും പേടിയാണോ ഈ രാഹുൽ മാങ്കൂട്ടത്തിലിനെ? പോലീസിനെ പോലും ഭയപ്പെടുത്തുന്ന ഈ രാഹുൽ അപ്പോൾ ആരാണ്? ടീച്ചറമ്മ തന്നെ മുൻകൈയെടുത്ത് ആ പെൺകുട്ടിയെ കൊണ്ട് മൊഴി കൊടുപ്പിക്കണം. ഷാഫിയുടെ പേര് കൂടി ചേർത്തൊരു കാച്ചു കാച്ചിയാൽ അതിൻ്റെ പ്രയോജനം ലോകമാതാവിനും കിട്ടും. എൻ്റെ ഗർഭമേറ്റുവാങ്ങാൻ നീ തയ്യാറായിക്കൊള്ളൂ എന്ന്
വിത്തുകാളയെപ്പോലെ ഒരു ചെറുപ്പക്കാരൻ പറഞ്ഞാൽ ഞാനിതാ റെഡി എന്ന് പറയുന്ന പെൺകുട്ടികൾ ഈ നവോത്ഥാന കേരളത്തിന് തന്നെ അപമാനമാണ്. സാംസ്കാരിക കേരളം നിങ്ങളെ ഓർത്ത് തലകുമ്പിടുന്നു. എന്തിനാണ് പിന്നെ നിങ്ങൾക്ക് ഈ വിദ്യാഭ്യാസം? ബീഹാറിൽ ഒരുപക്ഷെ ഇതൊക്കെ പറ്റിയേക്കുമെന്നായിരുന്നു നമ്മൾ കരുതിയത്. അവിടുത്തെ കുഞ്ഞിൻ്റെ കൊച്ചച്ഛൻ വരെ ഈ ഗർഭം അങ്ങ് ആഘോഷിക്കുന്നത് കാണുമ്പോഴാണ് രസം. ചെവിപ്പൂട നരച്ചവനും താടിയുള്ള ജുബാക്കാരനും മിനുസശിരസ്കനായ മുഖ്യൻ്റെ സ്വന്തക്കാരനും കുടംപുളിയും രണ്ട് ഭഗവാന്മാരുടെ പേരുള്ളവനുമൊക്കെ ഉണങ്ങിയ കാമദേവന്മാരായി വിലസുമ്പോഴാണ് അവിഹിതത്തിൻ്റെ ചൂരുമണക്കുന്ന കഥകളിൽ ഇടതുപക്ഷം എന്ന ഓക്കാന പ്രസ്ഥാനം കുന്തളിക്കുന്നത്.